നമ്മൾ ഇന്ന് ന്യൂട്ടന്റെ തൊട്ടിൽ എന്ന ഒരു ശാസ്ത്ര വിസ്മയമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരിക്കൽ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത മുറിയിൽ സുഹൃത്തിൻ്റെ ഭാര്യ തൊട്ടിൽ കുട്ടികളെ ആട്ടിക്കൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് ഇരട്ട കുട്ടികളായിരുന്നു. രണ്ട് കുട്ടികളെയും തൊട്ടിലിട്ട് ഒരു കുട്ടിയെ കുറേ നേരം ആട്ടും, അതിനുശേഷം മറ്റേ കുട്ടിയെ ആട്ടും. ഇങ്ങനെ നോക്കും. ഇത് തൽക്കാലം സുഹൃത്തിൻ്റെ ഭാര്യയുടെ തൊട്ടിലാണെന്ന് കരുതുക. ഒരു തൊട്ടിൽ കുറേ നേരം ആട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റേ തൊട്ടിൽ യാതൊരു അനക്കവും ഇല്ല. പിന്നെ ഭാര്യ ചെയ്യുന്നത് മറ്റേ തൊട്ടിൽ ആട്ടി വിടുകയാണ്. ഇങ്ങനെ രണ്ട് തൊട്ടിലുകളും മാറി മാറി ആട്ടുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസം മനസ്സിലാക്കി ന്യൂട്ടൻ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ചായയെല്ലാം കുടിച്ച് വീട്ടിലേക്ക് പിറ്റേ ദിവസം ന്യൂട്ടൻ പുതിയൊരു തൊട്ടിലുമായി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നമുക്ക് ആ തൊട്ടിലൊന്ന് പരിചയപ്പെടാം. നോക്കൂ, നമ്മുടെ കെട്ടയച്ചു വിടുകയാണ്. ഇപ്പോൾ ഈ തൊട്ടിലിൻ്റെ രൂപം അല്പം മാറിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ആക്സിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് തൊട്ടിലുകൾ തൂക്കിയിട്ടിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഒരു തൊട്ടിൽ മാത്രം ആട്ടിവിടുകയാണ്. ഇതാ, ഒരു തൊട്ടിൽ മാത്രം ആട്ടിവിടുന്നു. ശ്രദ്ധിക്കണേ. ആട്ടിൻ്റെ സ്പീഡ് കുറഞ്ഞ് 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 വരും തോറും രണ്ടാമത്തെ തൊട്ടിൽ സ്പീഡ് കൂടി വരികയാണ്. നോക്കൂ, രണ്ടാമത്തെ തൊട്ടിൽ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് നിശ്ചലമായിരിക്കുകയാണ്. ഇതാ, ഒന്നാമത്തത് ആടിത്തുടങ്ങും. ഇങ്ങനെ ഒന്നിൽ നിന്ന് ഇവിടെ ഈ പരീക്ഷണത്തിൽ ഒരു ബോളിൽ നിന്ന് മറ്റൊരു ബോളിലേക്ക് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നൊരു നിശ്ചിത താളത്തിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തൂക്കിയിരിക്കുന്ന പൈപ്പ് PVC പൈപ്പ് വഴി ആക്സിൽ വഴി ഊർജ്ജം മറ്റേ ബോളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഊർജ്ജ കൈമാറ്റം എന്നാണ് നമ്മൾ സയൻസിൽ ഇതിനെ പഠിച്ചിട്ടുള്ളത്. ഉയർന്ന ക്ലാസ്സിൽ കുട്ടികൾ സംനാദം അഥവാ റെസണൻസ് എന്ന പ്രതിഭാസം പഠിച്ചിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ വാക്ക് പരിചയം ഉണ്ടാവില്ല. സംനാദം എന്ന പ്രതിഭാസമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്.